നമ്മുടെ മാധ്യമങ്ങളും പൊതുസമൂഹവും തിരക്കിലാണ്. ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. പക്ഷേ കോതമംഗലത്ത് ഒരു പെൺകുട്ടി ദാരുണമായി ആത്മഹത്യ ചെയ്തു. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം ഉണ്ടായത്. വർഷങ്ങളായി തന്നെ കാസ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുകയാണ്. അതോടൊപ്പം തന്നെ കാസയുള്ളവർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ചർച്ചയായതിനു പിന്നാലെയാണ് കേരള സ്റ്റോറി എന്ന സിനിമ വന്നത്. ഈ കേരള സ്റ്റോറി ഇപ്പോൾ കുറച്ചു നാളുകളായി ചർച്ചയാണ്. അതിന് അവാർഡ് നൽകിയെന്ന് പറഞ്ഞു, കേരളത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് കുറെ സാംസ്കാരിക നായകൾ രംഗത്തിറങ്ങിയിരുന്നു. ഈ നായകളെയൊന്നും കുറച്ച് 2 ദിവസമായി കാണാനില്ല. കാരണം ഈ കുട്ടിയുടെ വീട്ടിലൊന്ന് സന്ദർശനം നടത്താനോ ഈ കുട്ടിയുടെ ചിത്രം പങ്കുവയ്ക്കാനോ ഈ നായകളെ ഒന്നും കാണാനില്ല. അങ്ങനെയാണ്. അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഗൾഫിൽ നിന്ന് കിട്ടുന്ന വലിയ വലിയ പാരിതോഷികങ്ങൾ ഇല്ലാതാവും. വലിയ സമ്മാനങ്ങൾ, ഇറച്ചി അവാർഡുകൾ, കഷ്ണങ്ങൾ ലഭിക്കില്ല. എല്ലിൻ കഷ്ണങ്ങൾ ലഭിക്കില്ല. പട്ടികൾക്ക് ആവശ്യം എല്ലിൻ കഷ്ണങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ കുടിച്ചിപ്പട്ടികൾ ആ എല്ലിൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുന്ന യജമാനന്മാർക്ക് വേണ്ടിയേ കുരയ്ക്കുകയുള്ളൂ. അവർ ഒരിക്കലും അല്ലാതെ മറ്റൊരു കാര്യത്തിനും കുരയ്ക്കാറില്ല. അതിവിടെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഈ കോതമംഗലത്തെ ആ പെൺകുട്ടിക്ക് ദാരുണമായ പീഡനം സഹിച്ചാണ് ആ കുട്ടി അവസാനം ജീവൻ ഒടുക്കിയത്. ഇനി കാരണം വലിയ ചതിയാണ് അതിന് നേരെ ഉണ്ടായത്. നമ്മളിവിടെ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ഇറങ്ങിയപ്പോഴും എം.എൻ. കാരക്കശ്ശേരി അടക്കമുള്ളവർ പറയുന്നത് വിവരങ്ങൾ പുറത്തു വരട്ടെയാണ്. ആ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതെ, എന്നെ മതപരിവർത്തനത്തിന് ശ്രമിച്ചു, പൊന്നാനിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അത് ആ കുട്ടിയുടെ അമ്മ പറയുന്നു, സഹോദരൻ പറയുന്നു, കൂട്ടുകാരി പറയുന്നു. ഇനി എന്താണ് പുറത്തു വരാനുള്ളത്? ഈ കുട്ടി തിരിച്ചു എന്ന് പറയണമെന്നായിരുന്നു. അതെ, മരിച്ചുപോയ കുട്ടി തിരിച്ചു വരണോ? ആ ചോദ്യമാണ് ഉയരുന്നത്. മാത്രമല്ല, ഈ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു. അതിന്റെ തെളിവുകൾ, അതിന്റെ ശരീരത്തിൽ തന്നെ അതിന്റെ പാടുകളുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും കാരശ്ശേരി മാഷിനെ പോലെയുള്ള നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അനീതിക്കും അസത്യത്തിനും തട്ടിപ്പിനുമൊക്കെ എതിരെ, ഈ മതപരമായ പീഡനങ്ങൾക്കെതിരെ, ഈ അന്ധവിശ്വാസത്തിനെതിരെ ഒക്കെ വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരാളായിട്ടാണ് കാരശ്ശേരി മാഷിനെ കേരള സമൂഹം കാണുന്നത്. പക്ഷെ അതൊരു വൺ വേ ട്രാഫിക് ആണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് ചില പ്രത്യേക വിഷയങ്ങൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാത്തപ്പോൾ ഇതൊന്നുമില്ല. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, കർണാടകയിൽ കൽബുർഗിയുടെയും ഗോവിന്ദ പൻസാരയുടെയും ഒക്കെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വലിയ കോളിളക്കമുണ്ടാക്കി വലിയ പ്രക്ഷോഭത്തിന് പങ്കെടുത്ത ആളൊക്കെയാണ് കാരശ്ശേരി. അതും പോയിട്ട് ഈ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് കത്തിക്കയറിയിരുന്നു. അതെ, അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രെയിൻ ലഭിക്കാത്തതാണോ എന്ന് സംശയം. അതെ, ഇപ്പോഴും ഛത്തീസ്ഗഡിൽ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അവിടെ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല. കോതമംഗലത്തേക്ക് പോയിട്ട് കോഴിക്കോടേക്ക് പോലും അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ലെന്നാണ് എനിക്കും തോന്നുന്നത്. അത് ശരിയാണ്. കാസർഗോഡ് ഇതുമായി ബന്ധപ്പെട്ട് എത്ര രീതിയിലുള്ള മതപരിവർത്തനം നടന്നിട്ടുണ്ട്, ലൗകികത നടന്നിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് സിറിയയിലാണ്. അദ്ദേഹം കാസർഗോഡ് എത്തിയാലെങ്കിലും മനസ്സിലാവുമായിരുന്നു, കോഴിക്കോട് എത്തണ്ട. അല്ല, കാസർഗോഡ് ഒരു ദന്തൽ കോളേജ് കേന്ദ്രീകരിച്ച് നടന്ന സംഭവങ്ങൾ, ഇപ്പോൾ ആ കോളേജ് പൂട്ടി, ആ കോളേജ് കേന്ദ്രീകരിച്ച് നടന്ന സംഭവങ്ങൾ ഞെട്ടിക്കുന്നതാണ്. നമുക്ക് സാധാരണ മനുഷ്യന് അവൻ്റെ ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ, അങ്ങനെ ഒന്ന് ഉണ്ട് എന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഭീകരമായ കാര്യങ്ങളാണ് ആ കോളേജ് കേന്ദ്രീകരിച്ച് അരങ്ങേറിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുന്ന് നിരവധി ചെറുപ്പക്കാരികളും ഈ പറയുന്നത് പോലെ സിറിയയിൽ ആടുമേയ്ക്കാൻ, അത് സാങ്കേതിക പദമാണ് ഈ ആടുമേയ്ക്കൽ. ശരിക്കും ആടുമേയ്ക്കാനല്ല അവിടെ പോയത് ബാഗ്ദാദിയോടൊപ്പം ചേർന്ന് വിശുദ്ധ യുദ്ധത്തിനാണ് പോയത്, അല്ലേ? അങ്ങനെ ജിഹാദ് നടത്താൻ പോയി പകുതിക്ക് വെച്ച് അഫ്ഗാൻ ജയിലിലായ ആ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരികളുണ്ട്. മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായ, ബ്രെയിൻ വാഷിന് വിധേയരായ കുറേ പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും. അവരെ ഓർത്ത് നമുക്ക് സഹതപിക്കാനേ കഴിയുള്ളൂ. ഈ സംഭവം വളരെ കൃത്യമായിട്ട് ചിത്രീകരിച്ച് അത് സിനിമയായിട്ട് പുറത്തിറക്കിയത് ജനങ്ങൾക്ക് അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് മുന്നറിയിപ്പായിട്ട് ഇറങ്ങിയ സിനിമയാണ് കേരള സ്റ്റോറീസ്. അതിനകത്ത് അങ്ങനെ ഒരു അസത്യവും അതിൽ പറയുന്നില്ല എന്ന് നമുക്ക് ഈ ഏറ്റവും ഒടുവിൽ കോതമംഗലത്ത് നടന്ന സംഭവവും തെളിയിക്കുന്നു. ഈ കേരള സ്റ്റോറീസിനെതിരെ, ആ സിനിമ റിലീസ് ചെയ്യുന്നതിനെതിരെ എന്തൊരു കോലാഹലമാണ് കേരളത്തിൽ നടന്നത്. ഈ കോലാഹലം ഉണ്ടാക്കുന്നത് മുഴുവനും ആരാണ്? ഇവിടുത്തെ ഈ സോക്കാൾഡ് ഇടതുപക്ഷ ബുദ്ധിജീവികളും ഈ പറയുന്ന വലതുപക്ഷ സാംസ്കാരിക നായകന്മാരും ഒക്കെ ചേർന്നാണ്. അവർക്കാണ് ഇതിൽ ഏറ്റവും വലിയ ക്രിമികടി. ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ കർട്ടന് പിന്നിൽ മിണ്ടാതിരിക്കുകയാണ്.
തങ്ങൾ പിടിക്കപ്പെട്ടല്ലോ എന്ന ജാള്യതയുമായിട്ട് മിണ്ടാതിരിക്കുകയാണ്. അതേസമയം രംഗത്ത് വരുന്നത്, ഇവർക്ക് വേണ്ടി രംഗത്ത് വന്ന് കുരയ്ക്കുന്നത് ഇങ്ങനത്തെ ആൾക്കാരാണ്. എന്തായാലും ഇപ്പോൾ കാസ ഉൾപ്പെടെയുള്ളവർ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഹിന്ദു ഹെൽപ്പ് ലൈൻ, വിശ്വ ഹിന്ദു പരിഷത്തിന് കീഴിലുണ്ടായിരുന്ന ഹിന്ദു ഹെൽപ്പ് ലൈൻ ആണ് ഈ വിഷയങ്ങൾ ആദ്യമായിട്ട് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. 2009 2008 2009 കാലത്ത് ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥന്റെ ഏറ്റവും അടുത്ത ബന്ധു പെൺകുട്ടി പത്തനംതിട്ടയിലെ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ ആ കുട്ടി അവിടെ നിന്ന് കാണാതാവുന്നു, അതിൻ്റെ സുഹൃത്തിനെ കാണാതാവുന്നു. ഈ 2 പെൺകുട്ടികളെയും പിന്നീട് കിട്ടിയ സാഹചര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് വന്നു. ആ ഹേബിയസ് കോർപ്പസിൽ പരിശോധിക്കുന്നതിനിടയ്ക്കാണ് പോലീസ് കൊടുത്ത കേസ് ഡയറിയിൽ ലവ് ജിഹാദ് എന്ന വാക്ക് ഉണ്ടായിരുന്നത്. അത് പോലീസ് എഴുതി വെച്ചതാണ്. പോലീസിന് ഈ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറി റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ പുസ്തകങ്ങളിൽ നിന്നാണ് റോമിയോ ജിഹാദ് എന്നും ലവ് ജിഹാദ് എന്നും ഒക്കെയുള്ള പ്രയോഗങ്ങൾ കിട്ടുന്നത്. അപ്പോൾ കോടതി അങ്ങനെ ഒരു സംഘടന കേരളത്തിലുണ്ടോ എന്ന് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചു. ആ അന്വേഷണമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ ഈ ഹേബിയസ് കോർപ്പസ് സമർപ്പിച്ചവർക്ക് അവരുടെ മകളെ തിരിച്ചു കിട്ടിയതോടുകൂടി, ആ കുട്ടിയുടെ അച്ഛനമ്മമാരാണ് ഹേബിയസ് സമർപ്പിച്ചത്, മകളെ തിരിച്ചു കിട്ടിയതോടുകൂടി അവരെ ആ കേസിൽ നിന്ന് പിൻവാങ്ങി. അങ്ങനെ 2 പെൺകുട്ടികളും ഈ പറയുന്നത് പോലെ അന്നേ സിറിയയിലേക്ക് പോകേണ്ടവരായിരുന്നു. അവർ എന്തോ ഈ കോടതിയിൽ ഈ വിഷയം എത്തിയത് കൊണ്ടും മാധ്യമങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ടും അത് വലിയ വിവാദമായതുകൊണ്ടും ഈ 2 പേരെയും കൊണ്ടുപോയവർ പകുതി വഴിക്കിട്ടിട്ട് അവരവരുടെ രക്ഷ നോക്കി മുങ്ങി. അങ്ങനെ ഈ കുട്ടികൾ തിരിച്ചെത്തി. അതോടുകൂടി ആ കേസ് അന്നവിടെ അവസാനിച്ചെങ്കിലും അതിനെ തുടർന്ന് വലിയ കോലാഹലങ്ങൾ കേരളത്തിലുണ്ടായി. അതിൻ്റെ അനന്തരഫലമാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിൽ യാഥാർത്ഥ്യം വളരെ കൃത്യമായിട്ട് പറയാൻ ശ്രമിച്ചിരിക്കുന്നു. അവരതിൽ എത്ര വിജയിച്ചു പരാജയപ്പെട്ടു എന്നൊക്കെയുള്ളത് സമൂഹം ചിന്തിക്കട്ടെ. പക്ഷേ അന്ന് തുടങ്ങി ഈ ഹിന്ദു ഹെൽപ്പ് ലൈനും കാസയും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് ഈ ഏറ്റവും പുതിയ കോതമംഗലത്തെ പെൺകുട്ടിയുടെ കഥ നമുക്ക് പറഞ്ഞു തരികയാണ്. അവൾ അനുഭവിച്ച പീഡനങ്ങൾ നമുക്ക് ഒന്നാന്തരം തെളിവുകളാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഒരു തെളിവും ആവശ്യമില്ല. ഇത്തരത്തിൽ മതപരിവർത്തനം കേരളത്തിൽ നടക്കുന്നുണ്ട്. പ്രണയക്കെണിയിൽ കുടുക്കി പ്രേമിച്ച് മതം മാറ്റി വിവാഹം കഴിച്ച് അത്തരം പെൺകുട്ടികളെ സ്റ്റോറി ആദ്യം എതിർക്കാതെ പിന്തുണച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 2ാം കേരള സ്റ്റോറി ചെയ്യാനുള്ള പാർട്ടും കഥയായി. അതെ അതെ, ഇത് ഒരു നിസ്സാര, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്ന്. ഇത് ഈ മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാർ ഇതെല്ലാം വളരെ ആസൂത്രിതമായിട്ട് മതം ഉണ്ടായ കാലം മുതൽക്ക് തന്നെ നടപ്പാക്കി വരുന്ന കാര്യങ്ങളാണ്. അതിന് നമ്മളിതിനകത്ത് ഈ തെറ്റുകളെ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് മതത്തിനെതിരായ വിമർശനമാണ്, ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്നതാണെന്നൊന്നും പറഞ്ഞാലും വരണ്ട. നിങ്ങളുടെ വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തും വിശ്വസിക്കാം. അത് നല്ലതും വിശ്വസിക്കാം, ചീത്തയും വിശ്വസിക്കാം. അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. അതും കൊണ്ട് പൊതുസമൂഹത്തിൽ ചാട്ടവാറടിക്കാൻ വരണ്ട. പക്ഷേ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുമ്പോൾ അതിനെ മതത്തിൻ്റെ പേരും പറഞ്ഞ് വരട്ടാൻ വന്നാൽ അതൊന്നും ആരും വകവെച്ച് തരില്ല. അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് പൊതുസമൂഹത്തിന് അവരോട് പറയാനുള്ളത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കാര്യം ഇതെന്തുകൊണ്ട് ഈ പറയുന്ന ആൾക്കാർ തന്നെ, ഈ മതവിശ്വാസികളായ ആൾക്കാർ തന്നെ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ പെൺമക്കളെ ഇതുപോലെ ഇതര സമുദായക്കാർ മതം മാറ്റി ഇത്തരത്തിൽ പരിശീലനം കൊടുത്ത് ആൺപിള്ളേരെ ഇറക്കി വിട്ട് പ്രേമിച്ച് പ്രണയക്കിണിയിൽ കുടുക്കി മതം മാറ്റി കല്യാണം കഴിച്ചു കൊണ്ടുപോയാൽ നിങ്ങൾ സഹിക്കും? അങ്ങനെ കേരളത്തിൽ എത്ര പേർ ചെയ്യുന്നുണ്ട്? എത്ര മുസ്ലിം ഇതര സമുദായങ്ങളിലെ ചെറുപ്പക്കാർ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം നടക്കുന്നുണ്ട്, പ്രേമിച്ച് കല്യാണം കഴിക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രേമത്തിനും കല്യാണത്തിനും ഇടയ്ക്ക് ഈ മതം എങ്ങനെ കടന്നു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ആരും മതം നോക്കിയിട്ടല്ല പ്രേമിക്കുന്നത്, ജാതി നോക്കിയിട്ടല്ല പ്രേമിക്കുന്നത്. ഈ അനുരാഗം സ്ത്രീക്കും പുരുഷനും ഉണ്ടാകുന്നത് പരസ്പര ദർശനത്തിലാണ്, കാഴ്ചയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും അടുത്തിടപഴകുകയും ചെയ്യുമ്പോഴാണ് പരസ്പര അനുരാഗം ഉണ്ടാകുന്നത്. ആ അനുരാഗത്തിനിടയിലേക്ക്, ആ പ്രണയത്തിനിടയിലേക്ക് ഈ മതം എങ്ങനെ കടന്നു വരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മതത്തിന് അവിടെ എന്ത് പ്രസക്തി? അവർ പരസ്പരം ഹൃദയം കൈമാറി ആ യുവാവും യുവതിയും അല്ലെങ്കിൽ ആ ചെറുപ്പക്കാർ ഒരുമിച്ച് ജീവിക്കാൻ, തങ്ങളുടെ പ്രണയ സാഫല്യം കൈവരിക്കാൻ അവർ ഒരുമിച്ച് വിവാഹം ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ളിലേക്ക് മതം കടന്നു വരുന്നത് എങ്ങനെയാണ്? ഈ മത
തീവ്രവാദം, അതാണ് ഇവിടെ മത തീവ്രവാദമാണ്, മത മൗലികവാദമാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പുറത്താക്കും എന്ന് ഈ ചെറുപ്പക്കാർ, ഇങ്ങനെ അമുസ്ലിം പെൺകുട്ടികളെ പ്രേമിക്കുന്ന അല്ലെങ്കിൽ അമുസ്ലിം ചെറുപ്പക്കാരെ പ്രേമിക്കുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പിന്നെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെ ഭീഷണിപ്പെടുത്തുകയാണ് മതപുരോഹിതന്മാർ. ആ ഭീഷണിക്ക് വശംവദരായിട്ട് ഒരു 99% ആൾക്കാരും ഇതിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെടുന്നു. അങ്ങനെയും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് വളരെ സങ്കീർണമായ വിഷയങ്ങളാണ്. നമുക്ക് ചെറുതായിട്ട് സംസാരിച്ച് ഒരു ചെറിയ കാലയളവ് കൊണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന, ചർച്ച ചെയ്ത് സമാപിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത്. വലിയ ആഴങ്ങളുള്ള, ആഴത്തിൽ വേരോട്ടമുള്ള ഒരു നമ്മളെ ബാധിച്ചിരിക്കുന്ന, കേരള സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ദോഷം തന്നെയാണ് ഈ കാര്യം. അത് തീർച്ചയായിട്ടും സമൂഹം കൂടുതൽ ബോധവാന്മാരായി തീരട്ടെ. ഇത്തരം നമ്മുടെ വളർന്നു വരുന്ന, കാരണം ചെറുപ്പക്കാരെ, നമുക്ക് കുട്ടികളാണ്, അവർ ടീനേജ് പ്രായത്തിൽ തന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഈ പ്രണയവും മറ്റുമൊക്കെ ഉണ്ടാവും. ആ കൗമാരകാലത്ത് പ്രണയിക്കാത്തവർ ആരാണുള്ളത്? അതിനെ ഇങ്ങനെ മതത്തിന് വേണ്ടി മുതലെടുക്കുന്ന ഒരു സംഘടിത ശ്രമം കേരളത്തിൽ, ഒരു സംഘടിത പദ്ധതി കേരളത്തിൽ ഉണ്ട് എന്നാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്, വ്യക്തമാക്കുന്നത്. അത് എം.എൻ. കാരശ്ശേരിയെ പോലെയുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെയാണ് എം.എൻ. കാരശ്ശേരി നിങ്ങളുടെ ഈ എന്താ പറയേണ്ട ഈ സാമൂഹിക വിമർശനങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. വിമർശിക്കുമ്പോൾ എല്ലാ തെറ്റിനെയും വിമർശിക്കണം. ഏതെങ്കിലും ഒരു തെറ്റിനെ മാത്രം വെള്ളപൂശി അത് ഞാൻ അറിഞ്ഞില്ല, അത് ഞാൻ കേട്ടില്ല, അത് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് തെറ്റുകുറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വിമർശിക്കേണ്ടതിനെ വിമർശിക്കുക തന്നെ വേണം, തിരുത്തേണ്ടതിനെ തിരുത്തുക തന്നെ വേണം. ഇങ്ങനൊരു നവോത്ഥാനം സംഭവിക്കാത്തത് കൊണ്ടാണ് ആ സമൂഹം അന്ധതയിൽ നിന്ന് അന്ധതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. എന്തായാലും കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ആ കുടുംബത്തിനുണ്ടായിരിക്കുന്ന ആ എന്താ പറയുക, അതീവ ദുഃഖം അത് കേരളം ഏറ്റുവാങ്ങണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പൊതുസമൂഹം തീർച്ചയായിട്ടും ആ കുടുംബത്തോടൊപ്പം നിലകൊള്ളണം. ഈ കുറ്റവാളി, ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരായിരിക്കുന്നവർ ആരൊക്കെയാണെങ്കിലും ശരി, അവരെ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തി അർഹമായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം. അതിന് കേരളത്തിൻ്റെ പൊതുസമൂഹം ഉണർന്നെഴുന്നേൽക്കണം. ഇല്ലെങ്കിൽ കേരള സ്റ്റോറി 1, 2, 3 എന്ന് പറഞ്ഞ് അവസാനം അത് വലിയ സംഖ്യയിലേക്ക് പോകും. അത് ഇടകൊടുക്കരുത്, അതിന് ഇടവരുത്തരുത് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.